اللهم صل على محمد وعلى آل محمد وصل عليه صلاة تسليما كثيرا أما بعد فاتقوا الله عباد الله. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم المسلم من سلم المسلمون من لسانه ويده റവാഹുൽ ബുഖാരി. ബഹുമാന്യരായ സത്യവിശ്വാസികൾ, തഖ്വയോടെ ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, അൽ മുസ്ലിം, മുസ്ലിം എന്നാൽ ജന്മം കൊണ്ടല്ല, നാമം കൊണ്ടുമല്ല, വിശ്വാസവും കർമ്മങ്ങൾ കൊണ്ടാവണം ഒരാൾ മുസ്ലിം ആവേണ്ടത്. മുസ്ലിം നാമധാരിയായ മനുഷ്യൻ മദ്യപിക്കുന്നുണ്ട്, മുസ്ലിം നാമധാരിയായ മനുഷ്യൻ ലംഡിയമ്മ വിൽക്കുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. പേര് വരുന്ന സമുദായത്തിനാണ്. മുസ്ലിം നാമധാരിയായ മനുഷ്യർ പലിശക്ക് കൊടുക്കുന്നുണ്ട്, വാങ്ങുന്നുണ്ട്, സ്ഥാപനം നടത്തുന്നുണ്ട്. പക്ഷെ ഇസ്ലാമിൽ ഹറാമാണ്, മുസ്ലിം നാമമാണ്. മുസ്ലിം നാമധാരിയായ മനുഷ്യൻ ഗുണ്ടയാകുന്നുണ്ട്. അപ്പൊ പേര് കൊണ്ടല്ല മുസ്ലിം ആവേണ്ടത്, കർമ്മങ്ങൾ കൊണ്ടാണ്. അൽ മുസ്ലിം, മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ്? മൻ സലിമൽ മുസ്ലിമൂന, മറ്റു മുസ്ലിമീങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഫതഹുൽ ബാരിയിൽ കാണാം, മുസ്ലിമീങ്ങൾ അല്ലാത്ത മനുഷ്യരും. അവിടെ പൊതുവെ മുസ്ലിം എന്ന് പറഞ്ഞതേ ഉള്ളൂ. എല്ലാ മനുഷ്യരും രക്ഷപ്പെടണം. മിൻ ലിസാനിഹി, ഒരു മുസ്ലിമായ മനുഷ്യന്റെ നാവിൽ നിന്ന്. നാവ് നന്നായ മനുഷ്യൻ നന്നായി, മനുഷ്യൻ നന്നായ രാജ്യം നന്നായി. നമ്മുടെ നാവ് നന്നാക്കിയാൽ മതി. നമ്മുടെ ഒരാൾ വെറുക്കാനുള്ള കാരണം എന്താ? അയാളോട് സംസാരിക്കാൻ കൊള്ളില്ല. അതാ കാരണം. അയാൾ സൗന്ദര്യം ഇല്ലാത്തത് കൊണ്ടല്ല, സമ്പത്തില്ലാത്തത് കൊണ്ടല്ല, അംഗീകാരം ഇല്ലാത്തത് കൊണ്ടല്ല. അയാളെ നാവിന്ന് പുറത്തേക്ക് വരുന്ന മോശമാണ്. അതാ കാരണം. അപ്പൊ നാവ് നന്നാക്കണം. നാവ് കൊണ്ട് ഒരാളെയും വേദനിപ്പിക്കരുത്. അത് വല്ലാത്ത മുറിവാണ്. ആ മുറിവ് എന്തായിട്ട് മാറും? പകയായിട്ട് മാറും. ഖുർആൻ പറഞ്ഞല്ലോ, ആ പക എന്തായിട്ട് മാറും? കൊലപാതകമായിട്ട് മാറും. തർക്കമൊന്നുമില്ലേ? പെട്രോളും നമുക്കുള്ള സംഭവമല്ലേ? ഒരു ചെറിയ കൂപ്പണുമായി ബന്ധപ്പെട്ടിട്ട് തൊഴിലാളി മുതലാളിയും തമ്മിൽ തർക്കം. കൂപ്പൺ എത്ര? 50 രൂപ. നോക്ക് നിങ്ങൾ. അവസാനം എന്താ സംഭവിച്ചത്? ആ തൊഴിലാളിയായ മുസ്ലിം മുതലാളിയായ മുസ്ലിമിനെ കുത്തിക്കൊണ്ടു. കാരണം എന്താ? അയാളെ ചീത്ത പറഞ്ഞു കാണും, അയാൾ അനാവശ്യം പറഞ്ഞു കാണും. പകയാണത്. നാവ് കൊണ്ട് നല്ല മുസ്ലിമായി മാറണം. അപ്പൊ എന്നിക്ക് കൈ കൊണ്ട് ആരും ഉപദ്രവിക്കരുത്. അപ്പൊ കൈയുടെ ഉപദ്രവത്തിൽ നിന്നും നാവിന്റെ ഉപദ്രവത്തിൽ നിന്നും മറ്റുള്ളവർ രക്ഷപ്പെട്ടിരിക്കുന്നു. അവനാണ് യഥാർത്ഥ മുസ്ലിം. ഒരാളെയും വേദനിപ്പിക്കാതെ ജീവിക്കണം. ഒരു മനുഷ്യരെയും, മുസ്ലിമീങ്ങളെയും മറ്റു മനുഷ്യരെയും, പ്രത്യേകിച്ച് നമ്മൾ ജനാധിപത്യ മതേതരത്വ രാജ്യത്താണ് ജീവിക്കണത്, ബഹുസ്വര സമൂഹത്തിലാണ് ജീവിക്കണത്. ഇവിടെ പലതുണ്ട്, പല മതവിശ്വാസികളുണ്ട്. അവരിന്ന് കുത്തിനോവിക്കാൻ പാടില്ല. നമ്മുടെ ആദർശം പറയണം. ഇന്നലെയൊക്കെ ഉണ്ടായ സംഭവം എന്താ? ഒരു ചായക്കടക്കാരൻ ഒരു ആവശ്യമില്ലാത്ത മണ്ടത്തരമാണ്, പൊട്ടത്തരവ് കാണിച്ചത്. അല്ലെങ്കിൽ തന്നെ നോക്കി നടക്കുകയാണ് നമ്മളെ. മറ്റുള്ള ഹൈന്ദവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തിന് അല്ലെങ്കിൽ ഒരു ഇതിന്റെ രൂപം എടുത്തിട്ട് അത് മനസ്സ് ചെയ്യുക. അയാൾ ഏകിട്ട് കൊടുത്ത സംഭവമാണത്. ഏയാണ് ആ രൂപത്തിലേക്ക് ആക്കിയെടുത്തത്. ചിന്തിക്ക് നമ്മൾ. എന്ത് കിട്ടിയത് കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട് അത് വിഷയമാക്കിയിട്ട് അത് കേസാക്കിയിട്ട് എന്ത് കിട്ടാനാ നമുക്ക്? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ മുസ്ലിമായി ജീവിക്കണം. ചരിത്രത്തിൽ എവിടെയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും നാവ് കൊണ്ട് നോവിച്ച ചരിത്രത്തിൽ കാണാൻ കഴിയുമോ? ഇല്ല. മറ്റുള്ള മുസ്ലിം നേതാക്കന്മാരുടെ ചരിത്രം കാണാൻ കഴിയും.
പക്ഷെ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് എവിടെയെങ്കിലും ശത്രുക്കളും പോലും പറയാറില്ല. അങ്ങനെയാവണം നമ്മൾ. അതുകൊണ്ട് മുസ്ലിം എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് ഒരാളെയും വേദനിപ്പിക്കരുത്. ഇനി വേദനിപ്പിച്ചിട്ടുണ്ടോ, തൗബ ചെയ്യുന്നതിന് മുമ്പ് അള്ളാഹിനോട് എന്ത് ചെയ്യണം? ആ മനുഷ്യനോട് പൊരുത്തം ചോദിക്കണം. അല്ലാ തൗബ സ്വീകരിക്കില്ല. സൂറത്തുൽ ഫുർഖാനിലുണ്ട്, ഞാൻ ഒരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാളോട് പൊരുത്തം ചോദിക്കണം. അല്ലാതെ നിങ്ങൾ മരണം വരെ തൗബ ചെയ്താലും അള്ളാഹു സ്വീകരിക്കില്ല. അതുകൊണ്ട് മുസ്ലിം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവിൽ നിന്ന്, നമ്മുടെ പ്രവർത്തനത്തിൽ നിന്ന് മറ്റൊരാൾ രക്ഷപ്പെട്ടവരായിരിക്കണം. ആ രൂപത്തിൽ ജീവിക്കുക, നല്ല മനുഷ്യരായി ജീവിക്കുക, നന്മ പറയുന്നവരായി ജീവിക്കുക, ഖുർആനിന്റെ ആളുകളായിട്ട് ജീവിക്കുക, ഒരാളെയും വെറുപ്പിക്കാതിരിക്കുക, ഒരാളുമായി പിണങ്ങാതിരിക്കുക. എന്തിനധികം നമ്മൾ വെറുപ്പിച്ച ഒരാള്, നമ്മൾ അനാവശ്യം പറഞ്ഞ ഒരാള്, നമ്മൾ വേണ്ടാതെ തർക്കിച്ച ഇപ്പൊ മുസ്ലിങ്ങൾക്കിടയിലെ പ്രശ്നം എന്താണ്? ഇപ്പോ ഖുർആനിൽ തർക്കിക്കുക. എന്തിന്? ഹദീസ് തർക്കിക്കുക. ഹദീസ് സ്വഹീഹാണെന്ന് സ്വീകരിക്കുക, സ്വഹീഹല്ലെങ്കിൽ അത് പരിശോധിക്കുക. എന്തിന് തർക്കിക്കണം? തർക്കമാണ് എല്ലാത്തിലും. മുസ്ലിമീങ്ങൾക്കിടയിൽ മാത്രമുള്ള തർക്കം. ഖുർആൻ ആയത്തിൽ തർക്കം, അള്ളാന്റെ ഖുർആനായിട്ട് തർക്കിക്കുക. റസൂൽ എവിടെയാ തർക്കിച്ചത്? ഒന്ന് കാണിച്ചു തരാമോ? മൂസാ നബി അലൈഹിസ്സലാമിനോട് തർക്കിച്ചു. ഇല്ല, നീ റബ്ബാണെന്ന് പറഞ്ഞപ്പോ റബ്ബ് ആരാന്ന് പരിചയപ്പെടുത്തി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്പറോട് തർക്കിച്ചില്ല. അവിടെ ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും ആരാധന ഖുർആനായത്തോട് തെളിയിക്കുകയാണ്. ഇത് തർക്കിച്ചൊക്കെ ജയിക്കുക, എന്നിട്ട് വഴക്കാക്കുക, എന്നിട്ട് പിണങ്ങാൻ നടക്കുക. എന്തിന്? അങ്ങനെയുള്ള ആളുകളൊന്നും നിസ്കരിക്കാതിരിക്കാൻ നല്ലത്. മനസ്സ് ശുദ്ധമല്ലേ, പിന്നെ ഇബാദത്ത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾ മുസ്ലിമീങ്ങളാണ്, മാതൃകയുള്ളവരാണ്, ഖുർആനിന്റെ ആളുകളാണ്. അബുൽ കലാം ആസാദ് അദ്ദേഹം എപ്പോഴും പറയാറുണ്ടായിരുന്നു, നിങ്ങളെ നാവ് കൊണ്ട് ആരെയും മുറിവേൽപ്പിക്കരുത്. അബുൽ കലാം ആസാദിന്റെ പ്രസംഗത്തിന് പ്രധാന കണ്ടന്റായിരുന്നു, നിങ്ങളെ നാവ് കൊണ്ട് ഒരാളെയും വേദനിപ്പിക്കരുത്. അതുകൊണ്ടാണ് ഗാന്ധിജി ഇഷ്ടപ്പെട്ടത്. അബുൽ കലാം ആസാദിനെ ഗാന്ധി ഇഷ്ടപ്പെടാനുള്ള കാരണം അദ്ദേഹത്തിന്റെ സ്വഭാവമായിരുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഖുർആൻ പറഞ്ഞ മുസ്ലിമീങ്ങളായി ജീവിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب ارحمهما كما ربونا صغارا. السلام عليكم ورحمة الله وبركاته.